നിങ്ങളുടെ ശരീരത്തില് പിത്തത്തിന്റെയും കഫത്തിന്റെയും ലക്ഷണങ്ങളുണ്ടോ? വാദത്തിന്റെ നമ്മൾ ഓൾറെഡി നോക്കി. ഇന്ന് ഇത് രണ്ടും കൂടെ നോക്കാം. ഹായ്, ഐ എം ഡോക്ടർ അനഘ, ചീഫ് ഫിസിഷ്യൻ, വേദാര ആയുർകെയർ. ഒരു മീഡിയം തടിയും മസിൽ മാസും അതുപോലെ യെല്ലോയിഷ് സ്കിൻ ടോണും മുഖത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസും റാഷസും സ്കിന്നിലൊക്കെ ബാക്ക് ആക്നീസും ഒക്കെയുള്ള ആളാണോ നിങ്ങൾ? ഓയിലി സ്കിന്നാണോ നിങ്ങളുടേത്? എപ്പോഴും കഴിച്ചതെല്ലാം പെട്ടെന്ന് ദഹിച്ചു പോവുകയും വീണ്ടും പെട്ടെന്ന് തന്നെ വിശക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഇടയ്ക്കിടെ ദേഷ്യം വരിക, എപ്പോഴും ശരീരത്തിന് അധികമായ ചൂട് അനുഭവപ്പെടുക, മുടിയൊക്കെ ചെറിയ ചെമ്പൻ കളറിലും അതുപോലെ ഒരു ഗ്രേഷ് അല്ലെങ്കിൽ നരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക, നല്ല എണ്ണമയമുള്ള ചർമ്മം ഉണ്ടാവുക, ശരീരത്തിന് അമിതമായി ചൂട് അനുഭവപ്പെടുക, ഒരുപാട് വേർക്കുക, ദുർഗന്ധം ഉണ്ടാവുക, ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പിത്തമാണ് അധികമായി കാണുന്നത്. ഇത്തരക്കാർക്ക് കൂടുതലായും അസിഡിറ്റി, അതുപോലെ നെഞ്ചരിച്ചില്, പുളിച്ചത് കെട്ടല്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ കൂടുതലായി കാണിക്കാറുണ്ട്. ഇവരുടെ ഉറക്കം അത്ര കണ്ട് ഓൾട്ടേഡ് അല്ല, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് അല്ല. പക്ഷേ ഇവർക്ക് സ്ട്രെസ്സും ഇറിറ്റബിലിറ്റിയും കൂടുതലായതുകൊണ്ട് തന്നെ ചിലരുടെ ഉറക്കം കൂടി ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണാറുണ്ട്. ഇവരുടെ കോഷ്ടം നമ്മൾ മൃദുകോഷ്ടം എന്നാ പറയാ. അതായത് ഇവൻ പാല് കുടിച്ചാൽ പോലും ഇത്തരക്കാർക്ക് വയറ്റിന്ന് ലൂസായിട്ട് പോകാറുണ്ട്. എരിവും പുളിയൊന്നും ഇവരുടെ വയറിന് അധികമായി ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ ഇന്റലിജൻസും നല്ല കൂടുതലായിരിക്കും. ശരീരത്തിൽ പിത്തം കൂടുമ്പോഴാണ് നമ്മൾക്ക് ഹെയർ തിന്നിങ് അല്ലെങ്കിൽ മുടിയുടെ കട്ടി കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്.